എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്. ഒന്ന് പറയുന്നത് സ്പേസ് എക്സ് ടെസ്റ്റ് ന്യൂ ടെക് ഇൻ റിസ്കി പ്രൈവറ്റ് സ്പേസ് വോക്ക്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു എയർലോക്ക് ഇല്ലാത്ത സ്പേസ് സ്യൂട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ഒരു ഫസ്റ്റ് പ്രൈവറ്റ് സ്പേസ് വോക്കിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാൻഡ് മിഷൻ, ഇന്ത്യാസ് അല്ലെങ്കിൽ ഇസ്രോയുടെ മാൻഡ് മിഷനെ പറ്റി നമ്മൾ ഈ ഒരു ന്യൂസ് ബേസ് ചെയ്തിട്ട് നോക്കും കേട്ടോ. അപ്പോൾ GS3 സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ടാണ് ഈ ടോപ്പിക് എടുത്തേക്കുന്നത്. ദ ഹെവി ഷക്കിൾസ് ഓഫ് ഫിയർ ആൻഡ് വിജിലൻസ്. ഇത് നമുക്കറിയാം മറ്റേ വെസ്റ്റ് ബംഗാളിലെ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. അത് GS2 സോഷ്യൽ ജസ്റ്റിസ് വുമൺ എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. ഇത് നമുക്ക് നോർമലായിട്ട് നമുക്കറിയാം കുറേ ന്യൂസസ് ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, ഈ ഒരു ഇൻസിഡൻറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടെ ആഡ് ഓൺ വാല്യൂസ് ഉള്ള ഒരു ആർട്ടിക്കിളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതാണ് ഞാനത് ഹൈലൈറ്റ് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഓൺ ദ അൺട്രസ്റ്റ് വിത്ത് ബാലൂചിസ്ഥാൻ ഇഷ്യൂ. നമുക്കറിയാം ബാലൂചിസ്ഥാൻ എന്ന് പറയുന്ന റീജിയൻ ആക്ച്വലി പാകിസ്ഥാൻ്റെ ഒരു റീജിയനാണ്. പക്ഷേ അത് കുറച്ചുകൂടെ ഓട്ടോണോമി ഡിമാൻഡ് ചെയ്യുന്ന ഒരു റീജിയനാണ് പാകിസ്ഥാൻ്റെ. ഈവൻ പാകിസ്ഥാൻ്റെ ഒരു ഹാഫ് ഓഫ് ദ ഏരിയ, ജോഗ്രഫിക്കൽ ഏരിയ ബലൂചിസ്ഥാൻ റീജിയനാണ്. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി പാകിസ്ഥാൻ അനക്സ് ചെയ്തൊരു റീജിയനും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും അവിടുത്തെ പ്രസൻറ്റ് സിനാരിയോയും എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ന്യൂസിൽ നോക്കുന്നത്. ബലൂചിസ്ഥാനെ കുറിച്ച് ഒന്നൊരു മെയിൻ ന്യൂസ് ഉണ്ട്, അതിൻ്റെ കുറിച്ചൊരു വേറൊരു ആർട്ടിക്കിളും കൂടി ഇന്നത്തെ ന്യൂസിലുണ്ട്. അപ്പം IR പെർസ്പെക്റ്റീവിൽ ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ്, ഈ ഒരു ലൊക്കേഷനും അതിൻ്റെ ഒരു ഹിസ്റ്ററിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് എടുത്തേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് എംപോക്സ് അല്ലെങ്കിൽ മങ്കി പോക്സ് റിലേറ്റഡ് ആയിട്ട് ഒരു ന്യൂസ് ഉണ്ട്. പക്ഷേ ഞാനത് അത്ര ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് കുറച്ച് പ്രിലിംസ് ക്വസ്റ്റ്യൻസ് പെർസ്പെക്റ്റീവിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഡിസീസസിനെ റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും എംപോക്സിനെ കുറിച്ചും നമ്മൾ നോക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് സ്പേസ് എക്സ് ടു ടെസ്റ്റ് ന്യൂ ടെക് ഇൻ റിസ്കി പ്രൈവറ്റ് സ്പേസ് വോക്ക്. ഓക്കെ, അതിൻ്റെ കോൺടാക്ട് എന്ന് വെച്ചാൽ സ്പേസ് എക്സ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് പൊളാറിസ് ഡൗൺ മിഷനാണ്. എന്താണ് സ്പേസ് എക്സ്പ്ലോറേഷനിൽ പ്രൈവറ്റ് എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പേസ് വോക്കിനെ കുറിച്ച് ആ മിഷനെ പറയുന്നതാണ് പൊളാറിസ് ഡൗൺ എന്ന് പറയുന്നത്. ഷോക്കേസിങ് an innovative technology and equipment designed for one of the riskiest spacewalk missions ever attempted by a private entity. This mission aimed at testing cutting-edge spacesuits and Crew Dragon's cabin without an airlock. ഓക്കെ, അപ്പം ഇതെന്താണ് പുതിയ പ്രൈവറ്റ് സെക്ടർ പ്ലെയേഴ്സ് ഈ ഒരു സ്പേസ് സെക്ടറിലോട്ട് വരുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ സ്പേസ് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ട് വേണേൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ പൊളാറിസ് ഡൗൺ മിഷൻ്റെ ഹൈലൈറ്റ്സ് എന്താണ്? മിഷൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് എവർ പ്രൈവറ്റ് സ്പേസ് വോക്ക് ആണ്. ദ ഫർദസ്റ്റ് ഹ്യൂമൻ ജേർണി ഫ്രം എർത്ത് സിൻസ് നാസാസ് അപ്പോളോ പ്രോഗ്രാം. അപ്പോൾ ക്രൂ എന്ന് പറയുമ്പോൾ ബില്യനർ ജെറാൾഡ് ഐസക്മാൻ ഉണ്ട്, പിന്നെ മിലിറ്ററി പൈലറ്റായിട്ടുള്ള സ്കോട്ട് പോയിട്ടുണ്ട്, സ്പേസ് എക്സ് എഞ്ചിനീയർ സാറ ഗിൽസ് ആൻഡ് അന്ന മേനോൻ ഉണ്ട്. ഓക്കെ, ഇവർ 3-4 പേരാണുള്ളത്. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ടൂറിസം റിലേറ്റഡ് ആയിട്ട് ഫസ്റ്റ് സ്പേസ് വോക്ക് നടത്തിയ ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ബാക്കിയുള്ള എക്സാംസ് പ്രിലിംസ് അല്ലെങ്കിൽ UPSC റിലേറ്റഡ് ആയിട്ടല്ല, ബാക്കി എക്സാംസിനൊക്കെ അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാം. സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു മോഡിഫൈഡ് ക്രൂ ഡ്രാഗൺ ക്രാഫ്റ്റ് ആണ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് മിഷൻ വിൽ ഓർബിറ്റ് ബിറ്റ്വീൻ 190 കിലോമീറ്റർ ആൻഡ് 1400 കിലോമീറ്റർ, സർപ്രസിങ് ദ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ഓർബിറ്റിനെക്കാട്ടിലും ഒരു 400 കിലോമീറ്റേഴ്സ് സർപ്രാസ് ചെയ്താണ് സ്പേസ് വോക്ക് നടക്കുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് കുറച്ച് റിസ്കുകളുള്ളത് റേഡിയേഷൻ റിസ്ക് ആണ്. ദ ക്രൂ വിൽ ഫേസ് സിഗ്നിഫിക്കൻറ്റ് റേഡിയേഷൻ എക്സ്പോഷർ ഇൻ ദ വാൻ ആലൻ ബെൽറ്റ്, റീജിയൻ പോസിങ് റിസ്ക് ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്. ഓക്കെ, അപ്പം ഇതിനകത്തെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ആണ് ഇതിനകത്ത് ഈ ഒരു ആർട്ടിക്കിളിന് ഹൈലൈറ്റ് വന്നേക്കുന്നത്. ഒന്നെന്ന് വെച്ചാൽ ഫസ്റ്റ് നോ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ എയർലോക്ക് ഇല്ലാത്ത സ്യൂട്ടുകളാണ്. ദ ക്രൂ ഡ്രാഗൺ ക്യാബിൻ ഈ ക്യാബിനാണ് വിൽ ഡീപ്രഷറൈസ് എക്സ്പോസിങ് ആസ്ട്രോനോട്ട്സ് ടു സ്പേസ്, എലിമിനേറ്റിംഗ് ദ നീഡ് ഫോർ എ സെപ്പറേറ്റ് എയർലോക്ക്. സ്പേസ് സ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ഡിസൈൻ ടു സസ്റ്റെയിൻ ലൈഫ് ഇൻ വാക്യൂം ഓഫ് സ്പേസ്, ടെസ്റ്റഡ് ഇൻ വൺ ഓഫ് ദ മോസ്റ്റ് സിവിയർ റേഡിയേഷൻ എൻവയോൺമെൻറ്റ്സ് സിൻസ് അപ്പോളോ. ഓക്കെ, ഇന്ത്യാസ് മാൻഡ് മിഷനെ കുറിച്ചാണ്, അതായത് സ്പേസ് എക്സിൻ്റെ പൊളാറിസിനെ പറ്റിയാണ് നമ്മൾ കുറച്ച് നോക്കിയത്. അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. പ്രിലിംസ് പെർസ്പെക്റ്റീവിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാനായിട്ട് നമുക്കറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ത്യൻ മാൻഡ് മിഷൻ അല്ലെങ്കിൽ സ്പേസ് മിഷനെ കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ അത് ഗഗൻയാനാണ്. ഗഗൻയാൻ എന്ന് പറയുന്നത് ഇന്ത്യൻ അല്ലെങ്കിൽ നാഷണൽ സ്പേസ് ഏജൻസിയുടെ
ഒരു മിഷനാണ്. അപ്പോൾ ഗഗൻയാൻ മിഷൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യാസ് ഫസ്റ്റ് സ്പേസ് മിഷനാണ്, മാൻഡ് സ്പേസ് മിഷനാണ്, ഫീച്ചറിങ് എ 3 ഫ്ലൈറ്റ് ഷെഡ്യൂൾ, 2 അൺമാൻഡ് ആയിട്ടുള്ളതുകൊണ്ട് ഒരു ക്രൂഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് ഷെഡ്യൂളും ഉണ്ട്. ഓക്കെ, അതിൽ ക്രൂ എന്ന് പറയുന്നത് 3 ഇന്ത്യൻ ആസ്ട്രോനോട്ട്സ് ആണ്, ഇൻക്ലൂഡിങ് എ വുമൺ. അവരെന്താണ് 5 to 7 ഡേയ്സ് എർത്തിനെ ഓർബിറ്റ് ചെയ്യും. ഓക്കെ, ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത് GSLV Mark 3 ആണ്, അല്ലെ LMV 3, എ ഹെവി ലിഫ്റ്റ് റോക്കറ്റ് കേപ്പബിൾ ഓഫ് ക്യാരിയിങ് നെസസറി പേലോഡ്സ്. അപ്പോൾ ഏതാണ് അല്ലെ ലോഞ്ച് വെഹിക്കിൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ടെക്നോളജിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്നത് ക്രൂ മോഡ്യൂൾ, സ്പേസ് ക്രാഫ്റ്റ് ഡിസൈൻ ടു ക്യാരി ഹ്യൂമൻസ് വിത്ത് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. സർവീസ് മോഡ്യൂൾ എന്ന് പറയുമ്പോൾ പവർഡ് ബൈ ലിക്വിഡ് പ്രൊപ്പലൻ്റ് എഞ്ചിൻസ് എക്യുപ്ഡ് വിത്ത് എമർജൻസി എസ്കേപ്പ് ആൻഡ് അബോർട്ട് സിസ്റ്റംസ് ഫോർ ക്രൂ സേഫ്റ്റി. ഇൻ്റർനാഷണൽ കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് റഷ്യയാണ്. ഈ സ്പേസ് ഓർബിറ്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് റഷ്യയാണ്. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ഗഗൻയാൻ എന്ന് പറയുമ്പോഴേക്കും സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഗ്രോത്ത് ആണ്. ദ മിഷൻ വിൽ എൻഹാൻസ് ദ ഇന്ത്യാസ് സ്പേസ് ടെക്നോളജി കേപ്പബിലിറ്റീസ് ആൻഡ് ഇൻസ്പയർ ഫ്യൂച്ചർ ജനറേഷൻസ്. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആൻഡ് കൊളാബറേഷൻസ്. ഗഗൻയാൻ വിൽ ഇൻവോൾവ് മൾട്ടിപ്പിൾ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ആൻഡ് ഏജൻസീസ് പ്രൊമോട്ടിംഗ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു മേക്ക് ഇൻ ഇന്ത്യ അപ്രോച്ച്, ഫോസ്റ്ററിംഗ് ഇൻ്റർനാഷണൽ പാർട്ണർഷിപ്പ്. Regional ecosystem development. Gaganyaan will address regional needs like food, water and energy security, contributing to India's space ambitions and its potential role in multinational space station. Okay, അപ്പം അത് ബേസിക് ആയിട്ട് ഗഗൻയാനെ പറ്റി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗഗൻയാൻ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ്, വുമൺ എന്ന പെർസ്പെക്റ്റീവിൽ ഉള്ളൊരു ന്യൂസാണ്. നമുക്കറിയാം UPSCക്ക് വുമൺ എന്ന് പറയുന്ന ടോപ്പിക്ക്, അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ള ചില സ്പെസിഫിക് ടോപ്പിക്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. അപ്പം അത് ബേസ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇന്നുള്ള എഡിറ്റോറിയലിൽ മിക്കതുമെല്ലാം വുമൺ എംപവർമെൻറ്റിനെ പറ്റി, അല്ലെങ്കിൽ സേഫ്റ്റി, വുമണിൻ്റെ പബ്ലിക് ലൈഫിലെ സേഫ്റ്റീനെ ബേസ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ദ ട്രാജിക് ഇൻസിഡൻസ് ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൻ ഇൻ ഇന്ത്യ have once again brought to the forefront critical discussions about the safety and freedom of women. From harassment in public spaces to domestic violence, the visible and often hidden repercussions of these acts extend to beyond physical harm. But this article explores the ingrained sense of alertness, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ബേർഡൻ ഈ വുമണിന് വരുന്ന, ഇങ്ങനെ പബ്ലിക് എൻവയോൺമെൻറ്റ്സിൽ വരുന്ന സൈക്കോളജിക്കൽ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ട്, പബ്ലിക് സേഫ്റ്റീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം എൻഗ്രെയിൻഡ് സ്റ്റേറ്റ് ഓഫ് അലേർട്ട്നെസ്, കോൺസ്റ്റൻറ്റ് വിജിലൻസ് ഉള്ളത്. അതായത് വുമൺ ഇൻ ഇന്ത്യ ഡ്യൂ ടു സൊസൈറ്റൽ ആൻഡ് സ്ട്രക്ചറൽ പ്രൊട്ടക്ഷൻസ് ലീവ് ഇൻ കോൺസ്റ്റൻറ്റ് സ്റ്റേറ്റ് ഓഫ് വിജിലൻസ്. ദേ കണ്ടിന്യൂസ്ലി സ്കാൻ ദെയർ സറൗണ്ടിങ്സ് ഫോർ പൊട്ടൻഷ്യൽ ത്രെറ്റ്സ്, പെർട്ടിക്കുലർലി ഇൻ പബ്ലിക് സ്പേസസ്. പിന്നെ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോഴേക്കും ദിസ് കോൺസ്റ്റൻറ്റ് അലേർട്ട്നെസ് ഡെവലപ്ഡ് ഫ്രം യങ് ഏജ് ബിക്കംസ് എൻഗ്രെയിൻഡ് മെൻറ്റൽ സ്റ്റേറ്റ്. അതായത് നമുക്കറിയാം ഇൻ ദ കറണ്ട് സിനാരിയോയിൽ വുമൺ എന്ന് പറയുന്നത് പബ്ലിക് സ്പേസിൽ ഒട്ടും പ്രൊട്ടക്റ്റഡ് അല്ല എന്നുള്ളൊരു പെർസെപ്ഷൻ ഉണ്ട്. അപ്പം നാച്ചുറലി ദേ ആർ മോർ അലേർട്ട്. അതായത് അവർക്ക് ഏത് തരത്തിലുള്ള ത്രെട്ട് വരുന്നുണ്ടോ എന്നോ കാര്യങ്ങളൊക്കെ അവരെപ്പോഴും നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പെർസ്പെക്റ്റീവ്, അതായത് ഒരാളുടെ പേഴ്സണൽ പെർസ്പെക്റ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ പോകുന്നത്. Okay, this disrupts everyday activities and can lead to long-term stress and mental health challenges. പിന്നെ cultural embedding. This perception of danger becomes so normalized that women struggle to articulate the discomfort and fear it produces, often internalizing their trauma. Okay, impact on women's freedom and choices. Freedom versus safety. അപ്പം women are faced to choose between their safety and their freedom. നമുക്കറിയാം ക്വീൻ എന്ന് പറയുന്ന ഒരു സിനിമ അതിനൊരു എക്സാമ്പിളാണ്. അതിനകത്ത് മിഡ് നൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ വുമണിന് പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ സേഫ്റ്റി ഒരു ഫാക്ടറാണ്. പക്ഷേ അതേസമയം വുമണിൻ്റെ ഫ്രീഡം അവിടെ ഹിൻഡർ ആകുവാണ്. ഓക്കെ, അപ്പം സിമ്പിൾ പ്ലഷേഴ്സ് സച്ച് ആസ് ലിഷർ ആക്ടിവിറ്റീസ്, എക്സ്പ്ലോറേഷൻ ഓർ പേഴ്സ്യൂയിങ് റിലേഷൻഷിപ്പ് ആർ ഓഫൺ കർട്ടെയിൽഡ് ഡ്യൂ ടു ഫിയർ. പിന്നെ സോഷ്യൽ ആൻഡ് പ്രൊഫഷണൽ ഇമ്പാക്ട്. ഫിയർ ഓഫ് വയലൻസ് ആൻഡ് ഹരാസ്മെൻറ്റ് അഫക്ട്സ് കരിയർ ഡിസിഷൻസ്, lifestyle choices and social interactions. Women may decline job opportunities or promotions if they require them to work in unsafe environment. പിന്നെ restricted movement ആണ്. Women, especially from disadvantaged backgrounds,
have a limited access to safe spaces, thereby narrowing their opportunities for social and professional advancements. ഓക്കെ, ഇൻ്റർ ജനറേഷണൽ എഫക്റ്റ് എന്ന് പറയുമ്പം എന്താണ്, ഇപ്പം പേരൻസ് ഇങ്ങനെയുള്ളൊരു ഫിയർ അല്ലെങ്കിൽ കൺസേൺ ഡോട്ടേഴ്സിൻ്റെ അടുത്ത് പറയും. വുമൺ പാസ് ഡൗൺ ദെയർ ഫിയേഴ്സ് ആൻഡ് കൺസേൺസ് ടു ദെയർ ചിൽഡ്രൻ, പെർട്ടിക്കുലർലി ഡോട്ടേഴ്സ്, റീഇൻഫോഴ്സിങ് ദ നീഡ് ഫോർ കോഷൻ ആൻഡ് ഷേപ്പിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻസ് ബിഹേവിയർ. അപ്പോൾ എന്ത് ചെയ്യും, ഒരു അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിൽ ഇൻസ്റ്റിൽ ചെയ്യുന്ന ഒരു ഫിയർ ഉണ്ട്. ഓക്കെ, വുമൺ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, വുമൺ രാത്രിയിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവിടെ പോകാൻ പറ്റില്ല, വീടിനകത്ത് പോയി കഴിഞ്ഞാൽ എത്ര മണിക്കുള്ളിൽ തിരിച്ചു വരണം, അങ്ങനെയുള്ള ഒരു സോഷ്യൽ ബാരിയർ അവരുടെ മൈൻഡിൽ ക്രിയേറ്റ് ആവുകയാണ്. ഓക്കെ, കളക്റ്റീവ് ആക്ഷൻ ഫോർ സേഫ്റ്റി. ദർ ഈസ് എ ഗ്രോയിങ് നീഡ് ഫോർ വുമൺ ടു സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് വൺ അനദർ ത്രൂ കളക്റ്റീവ് സേഫ്റ്റി മെഷേഴ്സ്. However, these measures often come at the cost of personal freedom and exploration. ഓക്കെ, ഇത് സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഇത് ഇമ്പാക്ട് ചെയ്യുന്നത്? സോഷ്യൽ ബർഡൻ. ദ കോൺസ്റ്റന്റ് ഫിയർ ആൻഡ് വിജിലൻസ് ഫെൽറ്റ് ബൈ വുമൺ അഫക്ട് ദെയർ കോൺട്രിബ്യൂഷൻ ടു സൊസൈറ്റി. അതായത് അവർക്ക് അവരുടെ പേഴ്സണൽ സേഫ്റ്റീനെ ആദ്യം തന്നെ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യണം, അല്ലേ? എന്നിട്ടേ ഇവർക്ക് സൊസൈറ്റിയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ദെയർ ഫോക്കസ് ഷിഫ്റ്റ്സ് ഓൺ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് എക്സ്പ്ലോറേഷൻ ടു ജസ്റ്റ് സർവൈവൽ. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്. അതായത് ഒരാളുടെ പേഴ്സണൽ ഗ്രോത്തിനേക്കാട്ടിലും ഉപരി ആ ഒരു പേഴ്സൻ്റെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതം നയിക്കലായിരിക്കും അവർ തുടർന്ന് പോകുന്നത്. ഓക്കെ, ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഫിയർ ഓഫ് വയലൻസ് സ്റ്റിഫിൾസ് ക്യൂരിയോസിറ്റി, ഇന്നോവേഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്. The burden of ensuring personal safety becomes a shared concern that reduces the potential for societal progress. Policy and institutional gap. While some women, particularly from privileged backgrounds, have access to relatively safe environments, those from marginalized communities face more immediate threats, with fewer institutionalized resources to address these concerns. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ വേ ഫോർവേഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ, there is an urgent need to shift the focus from simply managing safety concerns to addressing the root causes of this violence against women. എന്താണ്, ലീഗൽ റിഫോംസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ പബ്ലിക് സേഫ്റ്റി മെഷേഴ്സ് കൂട്ടുക, കൾച്ചറൽ ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യുക. ഓക്കെ, ബിൽഡിംഗ് സേഫ് സ്പേസസ്. ഗവൺമെൻറ് പോളിസീസ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സൊസൈറ്റി അറ്റ് ലാർജ് മസ്റ്റ് വർക്ക് ടുഗദർ ടു ക്രിയേറ്റ് എൻവയോൺമെൻറ്റ്സ് where women can thrive without fear. This includes safe public spaces, stricter laws against harassment, and institutionalized support for victims. Okay, empowering women, educating women about their rights, encouraging leadership roles, and fostering economic independence are key steps to empower women and reduce their vulnerability to violence. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ ഒരു പെർസ്പെക്റ്റീവിലുള്ള ഒരു എഡിറ്റോറിയൽ നമുക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് ഒരാളുടെ ഒരു പേഴ്സണൽ തോട്ട് പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ഒരു ജെൻഡറിൻ്റെ കോമൺ ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ പോകുന്നത്. ഇത് വളരെ നല്ലൊരു എഡിറ്റോറിയലാണ്. നിങ്ങൾക്ക് ഈ ഒരു പെർസ്പെക്റ്റീവിൽ ആൻസർ റൈറ്റിങ്ങിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് നല്ല ആഡഡ് ബെനിഫിറ്റ് നിങ്ങൾക്ക് മാർക്കിങ്ങിലാണെങ്കിലും വരും. ഓക്കെ, അപ്പം അതിൻ്റെ പോയിൻറ്റ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് സോഷ്യോളജി പഠിക്കുന്നവർക്കാണെങ്കിൽ ജെൻഡർ ഇഷ്യൂസിലൊക്കെ ഈ ഒരു എഡിറ്റോറിയൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ന്യൂസ് നമ്മൾ ബലോചിസ്ഥാൻ റീജിയനെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് വെച്ചാൽ, ബലോചിസ്ഥാൻ റീജിയൻ ലൊക്കേറ്റഡ് ഇൻ പാകിസ്ഥാൻസ് സൗത്ത് വെസ്റ്റ് ഹാസ് ബീൻ എ ഹോട്ട് ബെഡ് ഓഫ് അൺറെസ്റ്റ് ആൻഡ് റെസിസ്റ്റൻസ് ഫോർ ഡെക്കേഡ്സ്. The recent protests in Balochistan reflect long-standing grievances, including the political marginalization, economic deprivation, and demands for greater autonomy. ഓക്കെ, അപ്പോൾ ആ ഒരു ബലോചിസ്ഥാൻ റീജിയനെ പറ്റിയാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ന്യൂസിൽ നോക്കുന്നത്. അപ്പോൾ ബലോചിസ്ഥാൻ റീജിയൻ എന്ന് പറയുന്നത് ഇത് എൻറ്റയർ പാകിസ്ഥാൻ ആണെങ്കിൽ അതിൻ്റെ സൗത്ത് വെസ്റ്റ് റീജിയൻ, ഇത്രയും വലിയ ചങ്ക് ഓഫ് ലാൻഡാണ് ബലോചിസ്ഥാൻ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബലോചിസ്ഥാൻ റീജിയൻ നമുക്ക് പറയാം ഒരു ഇന്ത്യൻ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു റീജിയനും കൂടിയാണ് ബലോചിസ്ഥാൻ. ഓക്കെ, കാരണം അവിടുത്തെ ആൾക്കാർ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡിസ്കണ്ടൻറ്റ് നോക്കുവാണെങ്കിൽ ബലോചിസ്ഥാൻ അനക്സേഷൻ ബൈ പാകിസ്ഥാൻ എന്താണ്, അത് 1948 ബലോചിസ്ഥാനെ അനക്സ് ചെയ്യുമായിരുന്നു പാകിസ്ഥാൻ. There has been an enduring struggle for independence or autonomy by various Balochist nationalist groups. The local population has historically felt marginalized and excluded from decision-making processes. അപ്പോൾ റിസോഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. നമുക്കറിയാം ഈ ഒരു റീജിയൻ എന്ന് വെച്ചാൽ നാച്ചുറൽ റിസോഴ്സസ് കൊണ്ട് പ്ലെൻറ്റിഫുൾ ആയിട്ടുള്ളൊരു റീജിയനാണ്.
അപ്പോൾ അവിടുത്തെ റീജിയനിൽ പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ ഇവിടുന്ന് ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു റീജിയനും കൂടിയാണ്. പക്ഷേ ഈവൻ ദോ അത് അത്രയും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു റീജിയൻ ആണെങ്കിൽ കൂടി അതൊരു വൺ ഓഫ് ദ അണ്ടർ ഡെവലപ്ഡ് റീജിയൻസ് ഓഫ് പാകിസ്ഥാനും കൂടിയാണ്. ദ ലോക്കൽ പോപ്പുലേഷൻ പെർസീവ്സ് ദാറ്റ് ദീസ് റിസോഴ്സസ് ഹാവ് ബീൻ എക്സ്പ്ലോയിറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് അതർ പ്രൊവിൻസസ് വൈൽ ബെനിഫിറ്റ്സ് ഡു നോട്ട് ട്രിക്കിൾ ഡൗൺ ടു ബലോച്ച് പീപ്പിൾ. പിന്നെ പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷൻ ആണ്. Successive governments in Pakistan have ignored or suppressed Baloch demands for greater political representation despite being the largest province by land area. Balochistan has limited influence in Pakistan's national politics. Political instability and repression have fueled resentment in the region. പിന്നെ economic disparities ആണ്. Balochistan suffers from high unemployment, poverty and lack of basic infrastructure. The region remains deprived of essential services such as healthcare, education and clean drinking water. ഓക്കെ, അങ്ങനെയുള്ള കേസസ് ഒക്കെ വരുമ്പോഴേക്കും എന്ത് പറ്റും, അവിടുത്തെ ആൾക്കാർ നാച്ചുറലായിട്ട് ആ ഗവൺമെൻറ്റിനെതിരെ ശബ്ദമുയർത്തും. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിൽ കീ പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ബലോച്ച് നാഷണലിസ്റ്റ് ആണ്. അപ്പോൾ ബലോച്ച് ലിബറേഷൻ ആർമി എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പം ഹാസ് ബീൻ ഫൈറ്റിംഗ് ഇൻ ദ റീജിയൻസ് ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഓട്ടോണോമി ഫോർ ഡെക്കേഡ്സ്. These groups seek control over Balochistan's natural resources and demand greater representation in the central government. പിന്നെ പാകിസ്ഥാൻ ആർമിയാണ്. പിന്നെ ഉള്ളത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കൊറിഡോറാണ്. അപ്പോൾ ആ ഒരു കൊറിഡോർ ആക്ച്വലി ബലോച്ചിസ്ഥാൻ്റെ റീജിയനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. വൈൽ പ്രോജക്ട് പ്രോമിസസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്, the local population believes that they have been excluded from its benefits. There is also a concern about the influx of Chinese workers and outsiders, which Baloch nationalists perceive as an attack on their cultural identity. Okay. പിന്നെ ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇപ്പോൾ വരാനുള്ള കാരണം വെച്ചാൽ ഇവിടെ മാസീവായിട്ടുള്ള തൗസൻഡ്സ് ഓഫ് ബലോച്ച് സിറ്റിസൺസ് ഗ്യാതറിംഗ് ടു എക്സ്പ്രസ് their dissatisfaction with the government's policies. These protests have been manifestation of long-standing grievances including poor economic conditions, resource exploitation and political neglect. Calls for autonomy. The protests reflect growing calls for autonomy and self-governance with demands for control over the region's resources and a greater say in local affairs. അപ്പോൾ ഇൻ്റർനാഷണൽ അറ്റൻഷൻ അവർ സീക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിലിറ്ററി ഫോഴ്സ് പരമായിട്ടാണ് അവർ റെസ്പോണ്ട് ചെയ്തത്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ്സ് അവർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. പിന്നെ റിലീജിയസ് ആൻഡ് എത്നിക് ഡിവൈഡ് ഉണ്ട്. അപ്പം പാകിസ്ഥാൻസ് ചാലഞ്ച് ഇൻ റിസോൾവിംഗ് ബാലോച്ചിസ്ഥാൻ ക്രൈസിസ് ഇസ് കോമ്പൗണ്ടഡ് ബൈ ദ എത്നിക് ആൻഡ് സെക്ടേറിയൻ ഡിവൈഡ്സ്. ദ മജോറിറ്റി ബാലോച്ച് പോപ്പുലേഷൻ ഹാസ് ഓഫൺ ഫൗണ്ട് ഇറ്റ് സെൽഫ് കോൺഫ്ലിക്ട് വിത്ത് അതർ എത്നിക് ഗ്രൂപ്പ്സ് ഇൻ പാകിസ്ഥാൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു വേ ഫോർവേഡ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഗ്രിവൻസസ് എല്ലാം അഡ്രസ്സ് ചെയ്യാം. ഓക്കെ, അതായത് ഇവർക്ക് ഒരു ഓട്ടോണോമി കൊടുക്കുക, ഇവർക്ക് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരാം, പിന്നെ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാം. അതായത് ഇപ്പം എക്കണോമിക് കൊറിഡോർ കൊണ്ടുവരികയാണെങ്കിൽ അവിടുത്തെ ലോക്കൽ പോപ്പുലേഷൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂട്ടുക, പിന്നെ നാഷണൽ ഡിമീഡിയേഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ടുവരിക, എത്നിക് റീകൺസിലേഷൻ, ബാക്കിയുള്ള എത്നിക് കമ്മ്യൂണിറ്റീസും ഇവരെ അംഗീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു റീജിയൻ്റെ ഇത് വരുന്നത്. കാരണം ബലൂചിസ്ഥാൻ എന്ന് വെച്ചാൽ ഇന്ത്യൻ പ്ലേ ഗ്രൗണ്ട് എന്നും കൂടി അറിയപ്പെടുന്ന ഒരു റീജിയനും കൂടിയാണ്. ഓക്കെ, ഇന്ത്യൻ ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ കൂടുതലുള്ള സ്ഥലം കൂടിയാണ്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഇത് സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ട് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഡിസീസസ് ബേസ് ചെയ്തിട്ടാണ് PYQs എടുത്തേക്കുന്നത്. ദ ടേം ACET ടോക്ട് അബൌട്ട് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഏത് കോണ്ടെക്സ്റ്റിലാണ് ACE2 എന്ന് പറയുന്ന ടേം വരുന്നതെന്നാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ജീൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യാസ് ഓൺ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം, റേഡിയോ കോളേഴ്സ് ഫോർ വൈൽഡ് ലൈഫ് ട്രാഫിക്കിംഗ്, പിന്നെ സ്പ്രെഡ് ഓഫ് വൈറൽ ഡിസീസസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വൈറൽ ഡിസീസസ് ആണ്. ACET എന്ന് വെച്ചാൽ ആങ്നിയോസ്റ്റിൻ കൺവേർട്ടിംഗ് എൻസൈം 2. അതെന്ന് വെച്ചാൽ ഒരു പ്രോട്ടീനാണ് മിക്ക സെൽ ടൈപ്സിലുള്ള. ഇറ്റ് ഈസ് എൻ എൻസൈം ദാറ്റ് ജനറേറ്റ് സ്മോൾ പ്രോട്ടീൻസ് ബൈ കട്ടിംഗ് അപ്പ് ദ ലാർജർ പ്രോട്ടീൻ ആൻജിയോസ്റ്റിൻ that then go to regulate functions in the cell using spike-like protein in its surface. SARS-CoV-2 virus binds to ACE2. ഓക്കെ, അത് കോവിഡ് വാക്സിനൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ള ഒരു ടേം ആണെന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അത് ആ ഒരു പ്രസൻറ്റ് കണ്ടെക്സ്റ്റിൽ ആ ഒരു ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആയിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ എംപോക്സ് ആണെങ്കിലും ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ ഉള്ളൊരു ന്യൂസാണ്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി വെക്കാം. നെക്സ്റ്റ് എന്ന് വെച്ചാൽ
വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ റീസൺസ് ഫോർ ദ ഒക്കറൻസ് ഓഫ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ഇൻ മൈക്രോബിയൽ പാത്തോജൻസ് ഇൻ ഇന്ത്യ? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് പ്രീഡിപ്പോസിഷൻ ബൈ സം പീപ്പിൾ, ടേക്കിംഗ് ഇൻകറക്റ്റ് ഡോസസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ടു ക്യൂർ ഡിസീസസ്, പിന്നെ യൂസിങ് ആൻറ്റിബയോട്ടിക്സ് ഇൻ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്, മൾട്ടിപ്പിൾ ക്രോണിക് ഡിസീസസ് ഇൻ സം പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ ബി ആണ്, 2 and 3 ആണ്. നമുക്കറിയാം, നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ റെക്കമെൻഡ് ചെയ്യുമ്പോഴേക്കും അവർ പറയും കോഴ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ രോഗം മാറത്തുള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു ടൈം എന്താണ് ശരിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ സി ക്യാൻസൽ ചെയ്യാം. പിന്നെ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് വരുമ്പോഴേക്കും എന്താണ്, അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടി നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2 and 3 ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ചില ആൾക്കാരിൽ വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അത് എന്താണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എല്ലാവരിലോട്ടും വരണമെന്നില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ആൻസർ ബി ആണ്, 2 or 3. ഓക്കെ, മൾട്ടിപ്പിൾ ക്രോണിക് ഡിസീസസ് ഇൻ സം പീപ്പിളും അതും ഒരു ലിമിറ്റഡ് ചാൻസ് ആണ്. അങ്ങനെ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റോടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 and 3 എന്ന് ആൻസർ വരും. ഓക്കെ, അപ്പം പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ എംപോക്സിനെ പറ്റിയാണ്. എംപോക്സ് കറണ്ട് കേസ് സിനാരിയോയിൽ ന്യൂസിലുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ എടുക്കുന്നതാണ്. എംപോക്സ് എന്ന് വെച്ചാൽ മങ്കി പോക്സ് എന്ന് പറയും. ഇത് DNA വൈറസ് ആണ് ഫ്രം പോക്സ് വിറിഡേ ഫാമിലി, ഇനിഷ്യലി ഐഡൻറ്റിഫൈഡ് ഇൻ മങ്കീസ് ഇൻ 1958. അത് ഹ്യൂമൻസിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് പ്രൈമർലി ഫ്രം ആനിമൽസ് ടു ഹ്യൂമൻസ് ത്രൂ ഡയറക്റ്റ് കോൺടാക്ട് ഓർ കണ്ടാമിനേറ്റഡ് ഓബ്ജക്ട്സ്. ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഒക്കേഴ്സ് വയ ക്ലോസ് കോൺടാക്ട് ഇൻക്ലൂഡിങ് സെക്ഷൽ കോൺടാക്റ്റിൽ ഇത് നടക്കും. സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ, ഹെഡ് ഏക്ക്, മസിൽ ഏക്സ് ആൻഡ് എ ക്യാരക്ടറിസ്റ്റിക് റാഷ് ഇവോൾവിങ് ഫ്രം മസിൽസ് ടു പോസ്റ്റലേറ്റ്. ഓക്കെ, വാക്സിനേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഇന്നത്തെ ന്യൂസിൽ വരാൻ കാരണം ജർമ്മനി വാക്സിൻസ് കൊടുക്കുന്നു എന്നുള്ള ഒരു ന്യൂസ് ആയിരുന്നു. ഓക്കെ, അതിന് വാക്സിൻ ഉണ്ട് എന്നും കൂടി ഓർത്തിരിക്കുക. ഗ്ലോബൽ ഔട്ട് ബ്രേക്സ് 2022 to 2023 ഇടയ്ക്ക് ഏകദേശം 1 lakh ആൾക്കാരെ എഫക്റ്റ് ചെയ്തു ഇൻ 118 കൺട്രീസ്, ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ. WHO ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്, ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ജീനോമിക് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ക്ലേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ACE2 പോലെ തന്നെ ക്ലേഡ്സ് ഡിവൈഡ് ഇൻറ്റു ക്ലേഡ്സ് 1 and 2. ക്ലേഡ് 1 ഷോസ് ഹയർ മോർട്ടാലിറ്റി. 2022 ഔട്ട് ബ്രേക്ക് ഫീച്ചേർഡ് ന്യൂ ലീനേജ് ക്ലേഡ് 2B. ഓക്കെ, ഇത് ഒരു കീവേഡാണ്, ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് ഏത് ഡിസീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപോക്സ് അല്ലെങ്കിൽ മങ്കി പോക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണെന്ന് ഓർത്തിരിക്കുക. അഡോപ്റ്റഡ് ഫോർ ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡ്. ജീനോമിക് അക്രോഡിയം എംപോക്സ് അണ്ടർഗോസ് ജീനോമിക് ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിലിറ്റേഷൻ ടു അഡോപ്റ്റ് ടു ഹോസ്റ്റ്. ഓരോ ഹോസ്റ്റ് അനുസരിച്ച് ജനറ്റിക് ചേഞ്ചസ് അത് കൊണ്ടുവരും. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ DNA അനാലിസിലുണ്ടായിരുന്നത്. നമ്മൾ പ്രിലിംസ് പെർസ്പെക്റ്റീവിലും കുറച്ച് ന്യൂസുകൾ നോക്കി, അതുപോലെ തന്നെ മെയിൻസ് പെർസ്പെക്റ്റീവിൽ എസ്പെഷ്യലി വുമൺ എംപവർമെൻറ്റ് അല്ലെങ്കിൽ വുമൻസ് പബ്ലിക് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് ഒരു ടോപ്പിക്കൊക്കെ നോക്കി. അത് നല്ലൊരു ആർട്ടിക്കിളാണ്. അതിലെ പോയിൻറ്റ്സ് നിങ്ങൾ കോട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് കിട്ടും. ഓക്കെ, ഈ പ്രാവശ്യത്തെ DNA എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.